ഞങ്ങൾ 20 ഹെക്ടർ, അതായത് 50 ഏക്കറാണ് നെൽകൃഷി യോഗ്യമാക്കിയത്. 43 വർഷത്തിന് ശേഷം 50 ഏക്കർ നെൽകൃഷി തരിശുഭൂമി കൃഷിയോഗ്യമാക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളാണ് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന്, തൊഴിലാളി പ്രശ്നം, തൊഴിലാളി ക്ഷാമം. രണ്ടാമത്തത്, 43 വർഷമായി തരിശായി കിടക്കുന്ന സ്ഥലം കാട് പിടിച്ച് ക്ഷുദ്രജീവികളായി നിറഞ്ഞ് ഒട്ടും കൃഷിയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. തൊഴിലാളികളെ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പരിപാടികൾ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊന്ന്, ഒരു വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷ, രണ്ടാമത്തത് അവർക്ക് യൂണിഫോം നൽകി, പിന്നെ 200 രൂപ ദിവസക്കൂലി എന്നുള്ള രീതിയിൽ 160, 40 രൂപ ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു തൊഴിലാളിക്ക് 200 രൂപ കൊടുക്കത്തക്ക വിധത്തിലാണ് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരുന്നത്. പല സ്ഥലങ്ങളിലും ഒരുപാട് വർഷമായി കൃഷി ചെയ്യാത്തതുകൊണ്ട് ഒരു ഹാർഡ് പാൻ തന്നെ, സോയിലിൻ്റെ ഒരു ഹാർഡ് പാൻ തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്നു. അപ്പം ട്രാക്ടർ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയമായിരുന്നു. പിന്നെ പുഴയോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മുട്ടോളം ചളിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് മെഷീൻസ് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതും അപ്പം തൊഴിലാളികളില്ലാതെ ഞങ്ങൾക്ക് പൂർണ്ണമായും മെഷീൻസിനെ ആശ്രയിക്കാനും പറ്റില്ലായിരുന്നു. നിലമൊരുക്കാൻ സബ്സിഡിയും ട്രാക്ടറും പഞ്ചായത്ത് നൽകി. കൃഷിഭവൻ വിത്ത് സൗജന്യമായി കൊടുത്തു. തൽഫലമായി ഉറഞ്ഞുകിടന്ന ഭൂമിയിൽ പുഴാതിക്കാർ പൊന്നു വിളയിച്ചു. ഇതിന്റെ വിപണനവും സമിതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. 1 ഇഞ്ച് ഭൂമി പോലും തരിശിടാത്ത പുഴാതി ഗ്രാമത്തിനായുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഭക്ഷ്യക്കമ്മി നികത്തുന്നതിലേക്കുള്ള ഒരു ചുവടുവെപ്പായി കരുതാം. ഇവരുടെ വികസന പദ്ധതികളെ കുറിച്ച് നമ്മുടെ ജഡ്ജസിന് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കാരണം പക്ഷേ 40-45 കൊല്ലമായിട്ട് തരിശു കിടക്കുന്ന ഭൂമിയാണ് വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചത്. വളരെ കഠിന പ്രയത്നം തന്നെ പറയാം. ഇത് കണ്ടപ്പോൾ 60 ഹെക്ടറിൽ 20 ഹെക്ടറാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും ഉണ്ട് 40 ഹെക്ടർ. തീർച്ചയായിട്ടും ഇപ്രാവശ്യം തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ വിത്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100-ൽ 100 ആക്കണം. 99% ഭക്ഷ്യസുരക്ഷയായിട്ട് എടുത്തിരിക്കണം. അല്ല, അതിനൊരു പ്ലാൻ ഉണ്ടോ? ഇക്കൊല്ലം ഇത്ര വീണ്ടെടുക്കും, അടുത്ത കൊല്ലം ഇത്ര വീണ്ടെടുക്കും, അങ്ങനെ 3-4 വർഷം കഴിയുമ്പോഴേക്കും ഈ 60 ഹെക്ടർ മുഴുവൻ വീണ്ടെടുക്കും എന്നുള്ളൊരു പ്ലാൻ വല്ലതും ഉണ്ടോ? കാരണം നമ്മൾ 43 വർഷമായി ചെയ്യാമെന്ന് പറയാൻ കാരണം 43 വർഷത്തിന് മുന്നെയാണ് അവിടെ കാട്ടാമ്പള്ളി ഡാം വന്നത്. 8 പഞ്ചായത്തിനെ കൃഷിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അതിന് ശേഷമുണ്ടായത് 8 പഞ്ചായത്തിലും പിന്നെ തീരെ വെള്ളമില്ലാതായി, വെറും വരണ്ടിക്കുന്ന കാലാവസ്ഥ. അങ്ങനെ ജനപ്രക്ഷോഭം കൊണ്ടാണ് ഇപ്പം കാട്ടാമ്പള്ളി ഷട്ടർ തുറന്നത് കഴിഞ്ഞ കൊല്ലം. ആ ഷട്ടർ തുറന്ന പാട് തന്നെ ഞങ്ങളെ പ്രദേശത്തുള്ള 60. അല്ല, അതിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും കാലം ഷട്ടർ തുറക്കാതെ ഇട്ടത് എന്തുകൊണ്ടാണ്? കൃഷി നശിച്ചു പോകുമെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ പറഞ്ഞത് തുറന്നാൽ. അപ്പം ജനപ്രക്ഷോഭം പറഞ്ഞ് തുറന്നാൽ കൃഷി രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാമ്പിളായി കഴിഞ്ഞ പ്രാവശ്യം തുറന്നു. ആ തുറന്നതിന് ശേഷം ഈ 8 പഞ്ചായത്തിനും കൂടി 600 ഏക്കർ 8 പഞ്ചായത്തിനും കൂടി കൃഷി ചെയ്യാൻ പറ്റി. പുഴാതി പഞ്ചായത്തിൽ 20 ഏക്കർ 50 ഏക്കർ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ മൊത്തമുള്ള 60 ഹെക്ടറിൽ അടുത്ത പ്രാവശ്യം 20 ഹെക്ടർ ചെയ്യാൻ വേണ്ടി കമ്മിറ്റി എടുത്ത് എല്ലാം തയ്യാറായി വരുന്നു. അപ്പം പ്രധാന പ്രശ്നം എന്തെങ്കിൽ വലിയ കാടായി മാറി ഈ പ്രദേശം. അതിന് ആ നിലം ഒരുക്കാൻ തന്നെ ഒരുപാട് പൈസ ചെലവേണ്ടി വന്നു. അതിന് തൊഴിൽ സേന ഉണ്ടാക്കി, അവർക്ക് യൂണിഫോം കൊടുത്തു. അങ്ങനെയാണ് ഇത് പരിപാടി ചെയ്തത്. വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൃഷി ഇപ്പോൾ ഇത്രയും വീണ്ടെടുത്തു, ഇനിയും വീണ്ടെടുക്കുന്നതാണ് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ 60 ഹെക്ടറും മുഴുവനായിട്ടും നിങ്ങൾ വീണ്ടെടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 60 ഹെക്ടറും വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അതിനെ സുസ്ഥിരമായിട്ട് കൃഷിയോഗ്യമാക്കി കൊണ്ടുപോകാൻ എന്തെങ്കിലും സംവിധാനം ആലോചിച്ചിട്ടുണ്ടോ? നിലവിലിപ്പം തൊഴിൽ സേന രൂപീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുള്ള തൊഴിൽ നിർബന്ധമായി വേണം. അപ്പോൾ 200 രൂപ എല്ലാവർക്കും കിട്ടുന്നില്ല. 200 രൂപ കിട്ടാൻ സാധ്യതയില്ല. കാരണം തൊഴിലുറപ്പ് പദ്ധതിക്കന്നെ 105 കൊടുക്കുന്നുള്ളൂ. ഇപ്പം 200 രൂപ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ അവർ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം അടുത്ത ചെയ്യാനുള്ള 40 ഹെക്ടർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവർ തയ്യാറ്. അപ്പോൾ ഇപ്പോൾ സുസ്ഥിരമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതിയുള്ള ആൾക്കാർ വരെ ഈ പൈസ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് ചാടി വരുവാണ്. കാരണം NRGSൻ്റെ ആൾക്കാർക്ക് 105 കിട്ടുന്നുള്ളൂ. കൈപ്പാട് പ്രദേശത്ത് കൊടുക്കുമ്പോൾ 200 രൂപ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ആ ആൾക്കാരും കൂടി ഇങ്ങോട്ട് കടന്നു വരുന്നത് അല്ല. അപ്പം ഞാൻ മനസ്സിലാക്കാൻ ചോദിക്കുകയാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ വരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് 125, ബാക്കിയുള്ളത് നിങ്ങൾ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും അങ്ങനെയാണോ കൊടുക്കുന്നത്? അങ്ങനെയാണോ കൊടുക്കുന്നത്? അങ്ങനെ 200 രൂപ കൊടുക്കുന്നത്. അപ്പോൾ 75 രൂപ പഞ്ചായത്തിന്റെ കയ്യിൽ നിന്ന് ചിലവാക്കും. ബാക്കി 125 തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിങ്ങൾ തന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം 2008-09 21 ശരാശരി ജനങ്ങളാണ് ഒരാൾക്ക് അതിൽ ചേർന്നിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് അത്ര കൂടുതലാണെന്ന് തോന്നുന്നില്ലല്ലോ. ഒരാൾക്ക് ശരാശരി 100 തൊഴിൽ ദിനങ്ങൾ വരെ നമുക്ക് കൊടുക്കാം. പക്ഷേ അതിൽ 1/5 കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇത്രയും തരിശ് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കൂടുതൽ പ്രവർത്തനം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ 96 ദിനങ്ങൾ കൊടുത്ത ഒരുപാട് ആൾക്കാർ ഈ മാർച്ചിൽ കഴിയുന്നുണ്ട്. 15 പേർ 96 ദിനങ്ങൾ കഴിഞ്ഞവരുണ്ട്. ഈ തണ്ണീർത്തടങ്ങൾ കുറേ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതിനെതിരെ പ്രവർത്തനങ്ങളൊന്നും പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് പ്രധാനമായിട്ട് കാണുന്നില്ലേ? ഞങ്ങളുടെ പഞ്ചായത്തിൽ 3 തണ്ണീർത്തടങ്ങളാണുള്ളത്. ആ തണ്ണീർത്തടങ്ങളും നഷ്ടമായിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 43 വർഷക്കാലമായി കാട്ടാപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വെള്ളം കഴിഞ്ഞ 15 വർഷം കാലയളവിൽ വയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം നഷ്ടപ്പെട്ടു പോയത് 30 ഹെക്ടർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ തുടർന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, അതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അതില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ അടുത്ത് ഇതാണ് 3 തണ്ണീർത്തടങ്ങളാണുള്ളത്. ആ തണ്ണീർത്തടങ്ങൾ നഷ്ടമായിട്ടില്ല, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിന്റെ കുറവുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പ്രകാരം പ്രസിഡന്റും സെക്രട്ടറിയും പരിശോധിച്ച് ഒപ്പിട്ട് അയച്ചിട്ടുള്ള ചോദ്യാവലിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി. നിങ്ങളുടെ പഞ്ചായത്തിലെ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? സ്ത്രീകൾ ആ പ്രദേശം വിട്ട് വേറെ എവിടേക്കെങ്കിലും ജോലിക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ചിട്ടില്ല. ഇല്ല. എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അതിൽ ഒന്നുകൂടി ചോദിക്കാനുള്ളത്, നെയ്ത്തുകാർ ഒരുപാട് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുണ്ടല്ലോ. നെയ്ത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കയറ്റുമതിയിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ടോ? നെയ്ത്ത് വ്യവസായം ഈ പഞ്ചായത്താണ് ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് ഉള്ള നെയ്ത്ത് വ്യവസായം. ധനലക്ഷ്മി എന്നുള്ള എക്സ്പോർട്ടിംഗ് കമ്പനിയുള്ള ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന. അതിന് പുറമെ അവിടുന്ന് സാധനങ്ങൾ എടുത്ത് ഓരോ വീടുകളിൽ കൊണ്ടുപോയി അവർക്ക് തന്നെ സാധനങ്ങൾ ഉണ്ടാക്കി അവിടെ കൊടുക്കുകയാണ്, എക്സ്പോർട്ടിങ്ങിന് കൊടുക്കുകയാണ്. കാരണം അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. പക്ഷേങ്കിൽ ഒരുപാട് ആൾക്ക് ആ നെയ്ത്തിന് കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട്. കാരണം നെയ്ത്ത് മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രസിഡന്റ് തന്നെ ആ മേഖലയിലുള്ള ഒരാളാണ്, ഒരു വർക്കറാണ്. ആ മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നുമില്ല. ഉദ്ദേശിച്ചാൽ ഇപ്പോൾ നമ്മൾ മാസ്കെല്ലാം കെട്ടിയിട്ട് മറ്റു കാര്യങ്ങൾ ഈ ഗാർമെൻസിൻ്റെ ഇതിലെല്ലാം മാസ്ക് കെട്ടിയിട്ട് തന്നെ ചെയ്യുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. മിഷണറീസിനാണെങ്കിൽ വലിയ വിഷമങ്ങളൊന്നുമില്ല. ഏതാണ്ട് 15 വർഷം മുൻപ് ഞാൻ ഈ പൊഴാതി അവിടെ കൈപ്പാട് പ്രദേശത്ത് വന്നിട്ടുണ്ട്. അന്നേ ഉള്ള ഡിമാൻഡാണ് ഈ കാട്ടാമ്പള്ളി പൊളിക്കണം എന്നുള്ളത്. പക്ഷേ കാട്ടാമ്പള്ളി കൂടെ അപ്പുറത്തേക്ക് റോഡ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്തത്, അല്ലേ? ഈ ബരാജിൻ്റെ മുകളിൽ കൂടെയുള്ള റോഡ് വേണം. പക്ഷേ ഗേറ്റ് തുറക്കാൻ അന്ന് എതിർപ്പുണ്ടായിരുന്നത് ആ പ്രദേശത്ത് മീൻ പിടിക്കുന്ന ഒരു വിഭാഗം ശക്തമായിട്ട് വന്നു. വലിയൊരു ലോബിയായിരുന്നു. അവരിപ്പോഴും ഈ ബരാജ് തുറന്നിടുന്നതിനെ എതിർക്കുന്നില്ലേ? 9 പഞ്ചായത്തുകൾ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. അതിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് ഇത് തുറക്കുന്നതിനെതിരെ. ബാക്കി 8 പഞ്ചായത്തുകളും തുറക്കാൻ സന്നദ്ധരാണ്. 8 പഞ്ചായത്തുകളും വളരെ നല്ല രീതിയിൽ ഇപ്പം നെൽകൃഷി നടക്കും. അപ്പോൾ ആ എതിർപ്പ് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല സംഗതിയാണ്. തന്നെ വാസ്തവത്തിൽ ഈ ഉപ്പുവെള്ളം കയറുന്നത് കൊണ്ടാണ് ആ മണ്ണ് വളരെ മൃദുവായിട്ടിരുന്നത്. ഉപ്പ് കയറാതിരുന്നപ്പോഴാണ് അത് ഹാർഡായിട്ട്. അന്ന് അവർ കാണിച്ചത് പിക്കാക്സ് കൊണ്ട് കുത്തിയാൽ പോലും കുഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഹാർഡായിരുന്നു. വളരെ അശാസ്ത്രീയമായ ഒരു സംഗതിയായിരുന്നു അത്. ഇപ്പോൾ അത് തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി ചെറുത്തുനിൽപ്പ് കൊണ്ട് അത് കഴിഞ്ഞതിൽ ഞാൻ അനുമോദിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇവിടെ കൃഷി ഇല്ലാതായി കഴിഞ്ഞോടുകൂടി അവിടെ ഒരുപാട് കയ്യേറ്റം നടന്നു. ആ പ്രദേശത്ത് പറമ്പായിട്ടും ചില വ്യവസായങ്ങളുമൊക്കെ ആ പ്രദേശത്തൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ കയ്യേറിയവരെ ഇനിയിപ്പോൾ എങ്ങനെ ഒഴിപ്പിച്ച് അവിടെ നെൽകൃഷി തുടങ്ങാൻ പറ്റുമോ? കയ്യേറിയ 2-3 സാധനങ്ങൾ അവർ തനിയെ ഒഴിയേണ്ടി വരും. വെള്ളം കയറി ഇപ്പോൾ വെള്ളം കയറിയതുകൊണ്ട് അവർക്ക് അവിടെ നിലനിൽപ്പില്ലാതായി. അത് ശരി. കയ്യേറിയ പ്രദേശങ്ങളിലും കൈപ്പാടിൽ പുഴയായി മാറി. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നിലനിൽപ്പില്ലാതെ സ്ഥിതി വന്നു. അത് ആര് പറയാതെ തന്നെ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതി
ഓട്ടോമാറ്റിക്കായി ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയിലെത്തി. ഈ 43 വർഷമായിട്ട് കൃഷി ഇല്ലായിരുന്ന സ്ഥലമായതുകൊണ്ട് ആദ്യത്തെ നല്ല വിളവ് കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇതുവരെ ഒരു വളം അതിന് ചേർക്കേണ്ടി വന്നിട്ടില്ല.